ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഐഡിയാസാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഐഡിയ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു പോളിസ്റ്ററിൻ്റെ മെറ്റീരിയൽ ഉണ്ട്, പിന്നെ കുറച്ച് കട്ട് പീസുകൾ കട്ട് ചെയ്ത് വെച്ചതുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് കൂടി തരാം കേട്ടോ. ഡെയിലി യൂസിന് പറ്റാവുന്ന, നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് നമ്മൾ കാണിക്കുന്നത്. മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ ബാലൻസ് തുണികളുണ്ടെങ്കിൽ, തയ്ച്ച് കഴിഞ്ഞാൽ ബാലൻസ് കട്ട് പീസ് ബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യത്യാസം വരുത്തിയിട്ടും ചെയ്യാം. നമ്മൾ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ടാണ് അത് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് രണ്ട് സൈഡിലോട്ടും അത് അങ്ങനെ ചെയ്യാം. ഈ ഒരു ഐഡിയയിൽ ഈ ഫസ്റ്റ് ഐഡിയ അതാണ് കാണിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഐഡിയ വേറെയാണ് കേട്ടോ. കുറച്ചുകൂടി ഐഡിയകൾസ് ഇതിനകത്ത് ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ അളവ് വന്നിട്ട് എടുത്തിരിക്കുന്നത്, നീളം നമുക്ക് 32.5 ആവശ്യം, വീതി വന്നിട്ട് നമുക്ക് 24 ആവശ്യം. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തേക്ക് നമുക്ക് അതിൻ്റെ പകുതിയാണ് ആവശ്യമുള്ളത്. ഒരു ഭാഗത്തേക്ക് നമുക്ക് 16.4 വരിക, അതിൻ്റെ 32.5 പകുതി വരുമ്പോൾ 16.4 കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഇടേണ്ടതുണ്ട്. അതാണ് നമ്മുടെ നീളം. അപ്പോൾ നമ്മുടെ നീളം വന്നിട്ട് 16.4 നമ്മുടെ നീളം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടാനുണ്ട്. അപ്പോൾ നമുക്ക് 17.4 വന്നു. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു 4 ഇഞ്ചും കൂടി ആഡ് ചെയ്യണം. അതിന് നമ്മൾ കുറച്ചും കൂടി നീക്കി വരുന്നുണ്ട്. ഇനി ഒരു എക്സ്ട്രാ 4 ഇഞ്ചും കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതിനുശേഷം നമുക്ക് വീതി വേണ്ടത്, നമുക്ക് ടോട്ടൽ 24 ആവശ്യം. അതിൻ്റെ പകുതി വരുമ്പോൾ 12.5 അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത്. തയ്യൽ തുമ്പ് എടുക്കുമ്പോൾ നമുക്ക് 1 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 13.4 ഇഞ്ചാണ് നമുക്ക് വരിക. 13.4 ഇഞ്ചിന് ഇത് രണ്ടായി ഫോൾഡ് ചെയ്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. 13.4ൻ്റെ പകുതി ഇത് നമ്മുടെ ആവശ്യമുള്ള, അതിൻ്റെ വീതിയുടെ ആവശ്യമുള്ളത് 24. അപ്പോൾ നമ്മുടെ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 12.4. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 13.4. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുമ്പോൾ 13.4. ആ 13.4ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവ് ഇതാണ്. അത് ഏറ്റവും ലാസ്റ്റത്തേൽ വയ്ക്കുക. 6.5 ഒരു പോയിൻ്റാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. 6 ഒരു പോയിൻ്റാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് വേണ്ട വീതി നമുക്ക് 24. അതിൻ്റെ പകുതിയാണ് നമുക്ക് ഇടിക്കേണ്ടത്. നമ്മളിത് ഫോൾഡ് ചെയ്തത് കൊണ്ടാണ് അതിൻ്റെയും പകുതി എടുത്തത് കേട്ടോ. 12.4ൻ്റെയും പകുതി എടുത്തത്. തയ്യൽ തുമ്പ് അടക്കമാണ് നമ്മൾ എടുത്തത്. ഓക്കെ. ഇതിനെ ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ഇനി അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഈ 6.5 ഒരു പോയിൻ്റ് ഇവിടെയും അതേപോലെ തന്നെ വരയ്ക്കാം. ഇതൊരു പാൻറ് തയ്ച്ചതിൻ്റെ ബാലൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ട്. അത് സൈഡൊക്കെ ജോയിൻ ചെയ്തെടുത്തതാണ് കേട്ടോ. ഓക്കെ. നമുക്കിത് കറക്റ്റ് നല്ലൊരു സ്ക്വയർ പീസ് അല്ലായിരുന്നു വേണ്ടത്. നമുക്ക് ഒരു സൈഡൊക്കെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതുപോലെ ആയിരുന്നു ക്ലോത്ത്, നമ്മളത് ജോയിൻ ചെയ്തെടുത്തതാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള ഒരു വീതി കിട്ടാനും നീളം കിട്ടാനും വേണ്ടിയിട്ട് നമ്മളത് അങ്ങനെ ചെയ്തെടുത്താണ്. ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ അളവിലാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി തയ്ക്കേണ്ടതുണ്ട്. ഫുള്ളായിട്ട് മടക്കി തയ്ക്കണം. ഓക്കെ. അത് ചെയ്ത് വെക്കാണ്ട് ഈ ഒരു ഭാഗത്തോട്ട് മാത്രം. ഓക്കെ. ഈ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ഫുള്ളായിട്ട് മടക്കി അങ്ങനെ തയ്ക്കാണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ക്കണം. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ
ഇത് കുറച്ചധികം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പഴയ തുണികൾ കട്ട് പീസുകൾ എടുത്തതാണ് കേട്ടോ. തയ്ച്ചതിൻ്റെ ബാലൻസ് സൈഡിൽ വന്നതൊക്കെയാണ്. അപ്പോൾ അത് ഒരേ അളവിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഒരേ അളവിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് പറയാം. നാലര കണ്ടോ, ഇങ്ങോട്ടേക്കും 4.5 ഇങ്ങോട്ടേക്കും 4.5 സ്ക്വയർ പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഫുള്ള് ഇതേപോലെ തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ വയ്ക്കുക. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇതുപോലെ വയ്ക്കുക. ഇതായിട്ട് അടുത്ത കളറ് ഇതുപോലെ വയ്ക്കുക. ഇതിൻ്റെ എല്ലാം നല്ല സൈഡ് മാത്രമായിട്ട് വയ്ക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തത് ഇത് വയ്ക്കാം, ഇങ്ങനെ വയ്ക്കാം. അതിനുശേഷം ഈ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെയും സെക്കൻഡുമത്തെയും നമ്മളെടുത്തു, അതിനിങ്ങനെ എടുത്തിട്ട് ഈ ഒരത്ത് വെച്ചിട്ട് ഇവിടെ വെച്ച് തയ്ക്കാം. ഓക്കെ, അതിനുശേഷം ഇത് തയ്ച്ചത് നിവർത്തുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ തേർഡ് വൺ എടുത്തിട്ട് ഇതുമേലേക്ക് വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അത് നിവർത്തിയിട്ട് കഴിഞ്ഞാൽ ഫോർത്ത് വൺ എടുത്തിട്ട് ഇത് തേർഡിനോട് ചേർത്തിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വരിക. ഒരു ലെയർ നമ്മളിത് ഫുൾ ലെയർ ഇങ്ങനെ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ നമ്മളിവിടെയൊക്കെ സ്റ്റിച്ച് കാണാത്ത അടിപ്പാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതിൽ സ്റ്റിച്ച് കാണുന്നതാണ് ചെയ്തത്. നമ്മൾ സ്റ്റിച്ച് കാണാത്ത അടിപ്പ് ചെയ്യാനുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കൂ കേട്ടോ. വീഡിയോയുടെ ലാസ്റ്റായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കി നോക്കൂ. തയ്യൽ തുമ്പ് കാണില്ല കേട്ടോ. ഇതിവിടെ കാണുന്നു കണ്ടോ. ശേഷം അടുത്തത് ഇതുപോലെ എടുക്കാം. പിന്നെന്താ ഇതുപോലെ വയ്ക്കാം. പിന്നെ ഇത് എടുക്കാം, അടുത്തൊരെണ്ണെടുക്കാം, പിന്നെ അടുത്തൊരെണ്ണെടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതേപോലെ തന്നെ അടുത്ത ലെയർ ഇപ്പം ഇത് ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് വരാം. ഇതേപോലെ തന്നെ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ 4 ലെയറും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് ശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്യാം. അതിനുശേഷം ഈ ഭാഗം വെച്ചിട്ട് ഇത് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. അതിനുശേഷം ഇത് ഇവിടെ അങ്ങനെ ചെയ്തിട്ട് വരാം. ഓക്കെ, ഇനി ഇത് നല്ല വശമാണ്. നല്ല വശത്തിൻ്റെ നല്ല വശം ഇത് പൊട്ട വശമാണ്. ഇതിൻ്റെ പുറം ഭാഗം ഇത് നല്ല വശമാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തു. ഇങ്ങനെ നല്ല വശത്തു നിന്ന് പൊട്ട വശത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചു. അതിന് ശേഷം എന്താ ഇത് നല്ല വശം ഇത് നല്ല വശം ആ രീതിക്ക് ഒന്നിച്ച് വെച്ചു. ഈ ഒരു സൈഡ് ഭാഗം നമ്മൾ സൈഡ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഈ സൈഡ് ഈ സൈഡ് 3 സൈഡും അഡ്ജസ്റ്റ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അതാണ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കും ശേഷം തയ്ച്ച് മറിച്ച് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ലൊരു തലോണ കവർ ആയിട്ടുണ്ട്. നല്ല വർക്ക്ഫുള്ളായിട്ടുള്ള രീതിയിൽ. എന്നാൽ നമ്മൾ തയ്യൽ തുമ്പ് ഇതിങ്ങനെ ഒരുപാട് ജോയിൻസുകൾ വെച്ചതായതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക തയ്യൽ തുമ്പ് വരും എന്ന് വിചാരിക്കാനില്ല. അത് ഫുള്ളായിട്ട് പെർഫെക്റ്റോടുകൂടി സ്റ്റിച്ച് കാണാത്ത അടിപ്പോട്ടിട്ടാണ് കംപ്ലീറ്റ് ചെയ്തെടുത്തത് കേട്ടോ. ഇവിടത്തെ പോലെ ഫ്രണ്ട് പാർട്ട് പോലെ തന്നെ ബാക്ക് പാർട്ടും ഉള്ളും മുഴുവനും ക്ലീൻ ആയിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് കാണാത്ത അടിപ്പ് തന്നെയാണ് ഫുള്ളായിട്ട് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെക്കൊണ്ട് നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് നമുക്ക് നല്ല ഒരു തലോണ മനസ്സിലായില്ലേ. അപ്പോൾ ഇതുപോലത്തെ ഐഡിയാസ് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വീട്ടിലുള്ള വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്. ഇതൊരു യൂണിഫോം പാൻസ് തയ്ച്ചതിൻ്റെ ബാലൻസ് വെച്ച് 2 ക്ലോത്ത് വെച്ച് ജോയിൻ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഓൾറെഡി ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഉള്ളിലേക്ക് വള്ളി വെക്കേണ്ട, അതിനാണ് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ചെയ്തത്. ഇത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗം ചെയ്യാൻ അറിയാത്തവർ ആ ഭാഗം കണ്ടു നോക്കിയോ കേട്ടോ. ഉള്ളിലോട്ട് നമുക്ക് തലോണ ഉള്ളിലേക്കും അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വള്ളി വെച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല. നല്ല ഭംഗിയുള്ള ഒരു തലോണയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയ വളരെ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്.
ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയ കാരണം കൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത ടിപ്പ് പറയാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.